ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത്. ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണിത്. പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റി അച്ചാറാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നുറുക്കി എടുത്തുകൊണ്ട് വരാം. നുറുക്കി എടുക്കുമ്പോൾ ഇതൊരു 500 ഗ്രാമേ കാണുകയുള്ളൂ. ഇത് കഴുകി നല്ലപോലെ നുറുക്കി വെള്ളമൊക്കെ തുടച്ച് എടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണേ. ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താൽ മതി. ഇതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ മാങ്ങ ഒട്ടും കേടാകില്ല കേട്ടോ. എത്ര നാളിരുന്നാലും. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 10-12 വെളുത്തുള്ളി 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കുന്നത് ഒരു 1.5 ഇഞ്ച് ഇഞ്ചി മതി, ചെറിയൊരു കഷ്ണം. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കിയിട്ട് വേണം മസാല ചേർക്കാൻ. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 2 മുളകും കൂടെ ചേർന്നതാട്ടോ. എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ. എരിവുള്ളതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇത് രണ്ടും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചതാണ്. കാശ്മീരി മുളകും എരിവുള്ള മുളകും. ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ആരും ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്താലേ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിനി നല്ല ഇതുപോലെ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾ 500 ഗ്രാം മാങ്ങ അച്ചാറിടുമ്പോൾ ഈ ഒരു മസാലയിൽ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റായിരിക്കും. ഇത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ ഇനി എരിവ് വേണ്ടി വരില്ല. നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുത്തല്ലോ. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കണം. ചെറിയൊരു മധുരമുള്ളത് അച്ചാറിന് എപ്പോഴും നല്ലതാണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ മസാലയൊക്കെ അതിൽ പിടിച്ചു വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ വിനാഗിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. വിനാഗിരി മാത്രം ചേർത്ത് നമ്മൾ അച്ചാർ എത്ര നാൾ വേണമെങ്കിൽ വെച്ചാലും പൂപ്പൽ വരില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇച്ചിരിയും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ മാങ്ങയിലിട്ടതുകൊണ്ട് ഇതിലധികം ചേർത്തിട്ടില്ലായിരുന്നു. കുറച്ചും കൂടെ വേണം. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി അച്ചാറാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.